ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നിങ്ങളുടെ ജനറൽ സ്റ്റഡീസിൽ കേരളത്തിലെ ജില്ലകളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. കേരളത്തിലെ ജില്ലകൾ വളരെ വിശദീകരിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയെ കുറിച്ചാണ്. അതെ, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, കേരളത്തിലെ നദികൾ നെയ്യാർ, കരമന. കേരളത്തിലെ നദികൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നദികൾ നെയ്യാർ, കരമന, വാമനപുരം നദി. ഈ മൂന്ന് നദികളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ തിരുവനന്തപുരം. നെയ്യാർ, കരമന, വാമനപുരം. തടാകങ്ങൾ വേളി, വെള്ളായണി, ആക്കുളം, കാപ്പിൽ, തിരുവല്ലം. വേളി, വെള്ളായണി, ആക്കുളം, കാപ്പിൽ, തിരുവല്ലം എന്നീ തടാകങ്ങളാലും വന്യജീവി സങ്കേതങ്ങൾ പേപ്പാറ, നെയ്യാർ വന്യജീവി സങ്കേതങ്ങൾ. ഡാമുകൾ നെയ്യാർ ഡാം, പേപ്പാറ ഡാം, അരുവിക്കര ഡാം. ഐ റിപ്പീറ്റ്, ഡാമുകൾ നെയ്യാർ ഡാം, പേപ്പാറ ഡാം, അരുവിക്കര ഡാം. അപ്പോൾ ഓർക്കുക, തിരുവനന്തപുരം ജില്ലയിലെ നദികൾ അത് ഏതൊക്കെയാണ്? നെയ്യാർ, കരമന, വാമനപുരം. തടാകങ്ങൾ വേളി, വെള്ളായണി, ആക്കുളം, കാപ്പിൽ, തിരുവല്ലം. വന്യജീവി സങ്കേതങ്ങൾ പേപ്പാറ, നെയ്യാർ വന്യജീവി സങ്കേതങ്ങളും. ഡാമുകൾ നെയ്യാർ ഡാം, അതുപോലെ പേപ്പാറ ഡാം, അതുപോലെ അരുവിക്കര ഡാം തുടങ്ങിയവയും വളരെ ആത്മാർത്ഥമായി നമുക്ക് പഠിച്ചെടുക്കാം. വെള്ളച്ചാട്ടങ്ങളാണെങ്കിൽ വാഴ്വന്തോൾ വാട്ടച്ചാട്ടം, കാലക്കയം വെള്ളച്ചാട്ടം, മങ്കയം, കോബൈക്കാണി വെള്ളച്ചാട്ടം, മീൻമുട്ടി വെള്ളച്ചാട്ടം. ഈ മീൻമുട്ടി വയനാട് കൊണ്ടൊരു മീൻമുട്ടി. ഇത് തിരുവനന്തപുരം ജില്ലയിലെ മീൻമുട്ടിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടങ്ങൾ വാഴ്വന്തോൾ, മങ്കയം, കൊമ്പൈക്കാണി, മീൻമുട്ടി. ഒന്നും കൂടി ആവർത്തിക്കുന്നു: വാഴ്വന്തോൾ, മങ്കയം, കൊമ്പൈക്കാണി, മീൻമുട്ടി. ഒന്നും കൂടി: വാഴ്വന്തോൾ, മങ്കയം, കാലക്കയം, കൊമ്പൈകാണി, മീൻമുട്ടി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോവളം, വർക്കല ബീച്ച്, ശംഖുമുഖം, നേപ്പിയർ മ്യൂസിയം, പൊന്മുടി, ആഴിമല ബീച്ച് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. വളരെ ആത്മാർത്ഥമായി പഠിച്ചെടുക്കാം. വെള്ളച്ചാട്ടങ്ങൾ വാഴ്വന്തോൾ, കാലക്കയം, മങ്കയം, കോബൈക്കാണി, മീൻമുട്ടി തുടങ്ങിയവ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളാകട്ടെ കോവളം, വർക്കല, ശംഖുമുഖം, നേപ്പിയർ, അഞ്ചുതെങ്ങ്, പൊന്മുടി, ആഴിമല തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഈ തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1 ഇതിന്റെ വിസ്തീർണം 13,660 ചതുരശ്ര കിലോമീറ്ററും ജനസാന്ദ്രത 1508 സ്ത്രീ പുരുഷ അനുപാതം 1087. ഇവിടെ 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ. ലോക്സഭാ മണ്ഡലങ്ങളാകട്ടെ 2, താലൂക്കുകൾ 6. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രൂപീകൃതമായത് 1949 ജൂലൈ 1. വിസ്തീർണം 13,660 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത 1508. സ്ത്രീ പുരുഷ അനുപാതം 1087. നിയമസഭാ മണ്ഡലങ്ങൾ 14. ലോക്സഭാ മണ്ഡലങ്ങൾ 2. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരവും ആറ്റിങ്ങലും. താലൂക്കുകളാകട്ടെ 6. ഓർക്കുക, വിശേഷണങ്ങൾ ഇന്ത്യയുടെ നിത്യഹരിത നഗരം. കൂട്ടുകാരെ, നിത്യഹരിത നഗരം എന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് സാക്ഷാൽ ഗാന്ധിജിയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. പ്രതിമകളുടെ നഗരം കേരളത്തിലെ നെയ്ത്തുപട്ടണം, തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, പ്രതിമകളുടെ നഗരം എന്നും നിത്യഹരിത നഗരം എന്നും തിരുവനന്തപുരം ജില്ലയെ വിശേഷിപ്പിച്ചപ്പോൾ ബാലരാമപുരത്തിനാകട്ടെ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് തെക്ക് ഭാഗത്തായിട്ടാണ് ബാലരാമപുരം പട്ടണമുള്ളത്. അവിടെ ഈ ബാലരാമപുരം പട്ടണത്തിനെ കേരളത്തിലെ നെയ്ത്തു പട്ടണം എന്നും തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നും എന്ത് ചെയ്യുന്നു? വിശേഷിപ്പിക്കുന്നു. കേട്ടില്ല? തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്ന് അറിയപ്പെടുന്ന ഈ ബാലരാമപുരം, നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്ന ഈ ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ നെയ്യാറ്റിൻകര കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകാവുന്നതാണ്? കളിക്കാവള കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോകാവുന്നതാണ്. കേരളത്തിന്റെ തലസ്ഥാന നഗരം തിരുവിതാംകൂറിന്റെ പ്രാചീന നാമങ്ങൾ, അതായത് തിരുവനന്തപുരത്തിന്റെ പഴയ പേര് തിരുവിതാംകൂർ, അതിന്റെ പ്രാചീന നാമങ്ങൾ സ്യാനന്തപുരം, ശ്രീലോക വൈകുണ്ഠം. ശ്രീലോക വൈകുണ്ഠം എന്നും സ്യാനന്തപുരം എന്നും അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ പഴയ പേരുകൾ. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ ജില്ല അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല അതും തിരുവനന്തപുരമാണ്.
ഓർക്കുക, കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയും എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. എന്നാൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ആകട്ടെ അത് തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വിശേഷണങ്ങളാണ്. പ്രതിമകളുടെ നഗരം, നിത്യഹരിത നഗരം എന്നൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തെ വിശേഷിപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ തെക്കു ഭാഗത്തുള്ള ബാലരാമപുരത്തെ ആകട്ടെ കേരളത്തിലെ നെയ്ത്ത് പട്ടണം എന്നും തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇത് രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. ഇതിന്റെ വിസ്തീർണം 13,660 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത 1508 ആണ്. കൂട്ടുകാരെ, സ്ത്രീ പുരുഷ അനുപാതം 1087 ആണ്. നിയമസഭാ മണ്ഡലങ്ങൾ 14, ലോക്സഭാ മണ്ഡലങ്ങൾ 2, അതിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും. 6 താലൂക്കുകൾ ഉണ്ട്. നമ്മുടെ നിത്യഹരിത നഗരത്തെ ഈ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് കൂടി ഓർക്കണം. പ്രാചീന നാമങ്ങൾ സ്യാനന്ദപുരവും ശ്രീ ലോക വൈകുണ്ഠവും. പ്രാചീന നാമങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? സ്യാനന്ദപുരവും ശ്രീലോക വൈകുണ്ഠവും. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. എന്നാൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇത് സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട എന്റെ കൂട്ടുകാർക്ക്, അത് 1940-ലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായത് 1940-ലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോർപ്പറേഷനായ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ ആദ്യമായി വന്ന കോർപ്പറേഷനായ തിരുവനന്തപുരം വന്നത് 1940-ലാണ്. മരിച്ചിനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല തിരുവനന്തപുരം. എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. വിവാഹമോചനം കൂടിയ ജില്ല തിരുവനന്തപുരം. ഓർക്കുക, ഈ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുന്നു. ഏറ്റവും വലിയ കോർപ്പറേഷൻ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകൃതമായത് 1940-ലാണ്. മരിച്ചിനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കൂട്ടുകാരെ, കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഒരു ജില്ല ഒരു ഉൽപ്പന്നം. ഈ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയ്ക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഉൽപ്പന്നവും എന്ത് തന്നെയാണ്? മരിച്ചിനി തന്നെയാണ്. അപ്പോൾ മരിച്ചിനി കൃഷി ഒരുപാട് വ്യാപകമായി ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് ഇത് തിരുവനന്തപുരം എന്ന് ഓർക്കുക. മരിച്ചിനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല തിരുവനന്തപുരം. എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. വിവാഹമോചനം ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ഓർക്കുക, കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് അത് തിരുവനന്തപുരത്താണ്. ആദ്യത്തേത് ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ. ഓർക്കുക, കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. ആദ്യത്തേത് ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ. ഓർക്കുക, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂർ. ഓർക്കുക, അതിയന്നൂർ. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂർ. അതിയന്നൂർ അതിയന്നൂർ അതിയന്നൂർ. വിവാഹമോചിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല. എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് സ്ഥാപിതമായ ജില്ല തുടങ്ങി ഒരുപാട് വിശേഷണങ്ങൾ ആർക്കുണ്ട്? നമ്മുടെ തിരുവനന്തപുരത്തിനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? ആക്കുളം പാർക്ക്. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആക്കുളം. ഏറ്റവും വലിയ ജയില് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയില്. ഏറ്റവും വലിയ ജയില് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയില്. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. ഈ 3 പോയിന്റുകൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ആക്കുളത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയില് പൂജപ്പുര സെൻട്രൽ ജയില്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളതും തിരുവനന്തപുരത്ത് തന്നെയാണ് എന്ന് നിങ്ങൾ ഓർക്കുക.
ശുഗഹരിണപുരം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് കിളിമാനൂർ. ശുഗഹരിണപുരം. ഓർക്കുക, ശുഗഹരിണപുരം. ഓർക്കുക, ശുഗഹരിണപുരം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇത്, കിളിമാനൂര്. ഏതാണ്? കിളിമാനൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ ഉള്ള ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ വിവാഹമോചിതർ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം, എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജയില് പൂജപ്പുര സെൻട്രൽ ജയില് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ പാർക്ക് ആക്കുളത്ത് സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരത്താണ്. കൂട്ടുകാരെ ഓർക്കുക, ഈ ശുഗഹരിണപുരം എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലം കിളിമാനൂർ, അത് തിരുവനന്തപുരത്ത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്ത്. ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തതും തിരുവനന്തപുരം. തിരുവനന്തപുരം തിരുവനന്തപുരം ഓർക്കുക, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി അത് വാമനപുരം നദിയാണ്, 88 കിലോമീറ്റർ. തിരുവാൻഡ്രം എന്ന പേര് ഔദ്യോഗികമായി തിരുവനന്തപുരമാക്കിയ വർഷം 1991. ട്രിവാൻഡ്രം എന്ന പേര് ഔദ്യോഗികമായി തിരുവനന്തപുരമാക്കിയ വർഷം 1991. വില്യം ബാർട്ടന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥലമാണ് ബാർട്ടൺ ഹില്ല്. PMGക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ബാർട്ടൺ ഹില്ല്. അവിടെ ഒരു കോളേജ് ഒക്കെ ഉണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഓർക്കുക, തിരുവനന്തപുരം സിറ്റിയിൽ കൂടി കടന്നു പോകുന്ന നാഷണൽ ഹൈവേ NH66. NH66 നിങ്ങൾക്കറിയാം, NH66. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യത്തെ സൈബർ പാർക്ക് തിരുവനന്തപുരം. സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാളാണ്. അദ്ദേഹം സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണിത്തമ്പി. ദിവാൻ ഉമ്മിണിത്തമ്പി. ദിവാൻ ഉമ്മിണിത്തമ്പി. 2 സ്ലൈഡുകൾ ഒന്നുകൂടി നോക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം നദി, 88 കിലോമീറ്റർ. ട്രിവാൻഡ്രം എന്ന പേര് ഔദ്യോഗികമായി തിരുവനന്തപുരമാക്കിയ വർഷം 1991. വില്യം ബാർട്ടന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥലം ബാർട്ടൺ ഹില്ല്. ഓർക്കുക, തിരുവനന്തപുരം സിറ്റിയിലൂടെ കടന്നു പോകുന്നത് NH66 മുംബൈ നഗരത്തിലെ പനവേലിനെ എവിടെയുമായി ബന്ധിപ്പിക്കുന്നു? കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലൂടെ കടന്നു പോകുന്നത് NH66. ഇത് മുംബൈ നഗരത്തിലെ പനവേൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഏതുമായി ബന്ധിപ്പിക്കുന്നു? കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. ഓർക്കുക, സംസ്ഥാനത്തെ ആദ്യത്തെ സൈബർ പാർക്ക് തിരുവനന്തപുരം. സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ്, മ്യൂസിയത്തിനടുത്ത്. ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പി, ദിവാനായ ഉമ്മിണിത്തമ്പി. കേരളത്തിലെ ആദ്യ പോലീസ് IG ആയ ചന്ദ്രശേഖരൻ നായരുടെ പേരിലുള്ള സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കൂട്ടുകാരെ, തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഓർക്കുക, കേരള പോലീസിന്റെ ഉടമസ്ഥതയിലാണ് നിലവിൽ ഈ സ്റ്റേഡിയം ഉള്ളത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ചെഷയർ ഹോം സ്ഥിതി ചെയ്യുന്നത് അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. പെട്ടെന്ന് ഓർക്കുക. അടുത്തത്, ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം, നൃത്തവുമായി ബന്ധപ്പെട്ട് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ദിവാൻ രാജ കേശവദാസന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന സ്ഥലം കേശവദാസപുരം. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 അഥവാ MC റോഡ് ആരംഭിക്കുന്നത് കേശവദാസപുരത്തു നിന്നാണ്. കേശവദാസപുരത്തെ എറണാകുളം ജില്ലയിലെ അങ്കമാലിയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് MC റോഡ് അഥവാ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1. ഈ കേശവദാസപുരം എന്ന ഈ സ്ഥലം പേര് കിട്ടിയിരിക്കുന്നത് ദിവാൻ രാജ കേശവദാസന്റെ സ്മരണാർത്ഥമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഈ 2 സ്ലൈഡ് ഒന്നുകൂടി ആവർത്തിക്കുന്നു. നമ്മൾ പഠിച്ചിരിക്കുന്നു, കേരളത്തിലെ ആദ്യത്തെ പോലീസ് IG ആയ ചന്ദ്രശേഖരൻ നായരുടെ പേരിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരുവനന്തപുരത്താണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥയിലുള്ള ചെഷയർ ഹോം തിരുവനന്തപുരത്താണ്. ഇത് നിലവിൽ കേരള പോലീസിന്റെ കീഴിലാണ്, ഉടമസ്ഥതയിലാണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്താണ്. ഗോൾഫ് ക്ലബ്ബ് തിരുവനന്തപുരത്താണ്. ദിവാൻ രാജ കേശവദാസന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന സ്ഥലം
കേശവദാസപുരം. ഇവിടെ നിന്നാണ് സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 അഥവാ MC റോഡ് ആരംഭിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. NH66 അതുപോലെ MC റോഡ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 SH1 എന്നിവ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഓർക്കുക കേശവദാസപുരം. നിങ്ങൾക്കറിയാം, കേശവദാസപുരത്തിൽ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, അതായത് തമ്പാനൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കേശവദാസപുരത്തെത്തി വലത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് SH1 MC റോഡ് അങ്കമാലിയിലേക്കും, ഇടത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൊല്ലം, ആലപ്പുഴ, അങ്ങനെ NH66 നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പോകാവുന്നതാണ്. അപ്പോൾ NH66 SH1 MC റോഡും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് കേശവദാസപുരം. രാജാ കേശവദാസന്റെ അല്ലെങ്കിൽ പഴയ ദിവാനായ രാജാ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ പുകവലി രഹിത ജില്ല. നിലവാരമുള്ള ഒരു ചോദ്യം. പുകവലി രഹിത ജില്ല ഏതാണ്? തിരുവനന്തപുരം ആണ്. ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ജില്ല, പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല, അത് തിരുവനന്തപുരം. ഏറ്റവും കുറവ് കേരളത്തിൽ മഴ ലഭിക്കുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. കൂട്ടുകാരെ ഓർക്കുക, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ് ദിവാൻ രാജ കേശവദാസന്റെ സ്മരണാർത്ഥം പണികഴിപ്പിച്ചിരിക്കുന്ന സ്ഥലം കേശവദാസപുരം. ഇവിടെ നിന്നാണ് SH1 അഥവാ MC റോഡ് ആരംഭിക്കുന്നത്. SH1 അഥവാ MC റോഡും NH66 കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഈ കേശവദാസപുരം. കേരളത്തിലെ ആദ്യത്തെ പുകവലി രഹിത ജില്ല, അത് തിരുവനന്തപുരം. പ്രതിമകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നതും അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരം. ഓർക്കുക, ഇവിടെ മാപ്പ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ ഇതാണ് നമ്മുടെ കേരളം. കൂട്ടുകാരെ ഓർക്കുക, ഇത് തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ വളരെ അകലെയാണ്. ഭൂമധ്യരേഖ ഇത് നിങ്ങൾക്കറിയാം, 8 ഡിഗ്രി 4 മിനിറ്റ് ഉത്തര അക്ഷാംശ രേഖ. കൂട്ടുകാരെ, ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി അക്ഷാംശ രേഖ. ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം അത് ഏതാണ് എന്ന് ചോദിച്ചാൽ കൂട്ടുകാരെ, തിരുവനന്തപുരമാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനം അങ്ങ് മുകളിൽ ചെന്നൈയാണ്. ചെന്നൈയേക്കാൾ ഒരുപാട് അടുത്താണ്, ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന തലസ്ഥാന നഗരമാണ് ഇത് നമ്മുടെ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിലെ ആദ്യ ബാല ഭിക്ഷാടന വിമുക്ത ജില്ലയും തിരുവനന്തപുരം. ഓർക്കുക, 1-2 പോയിന്റുകൾ നമ്മൾ അവിടെ പെട്ടെന്ന് കൃത്യമായി കണ്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ പുകവലി രഹിത ജില്ല തിരുവനന്തപുരം. പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ല തിരുവനന്തപുരം. ബാലഭിക്ഷാടന വിമുക്ത ജില്ല, ആദ്യത്തെ ബാലഭിക്ഷാടന വിമുക്ത ജില്ല തിരുവനന്തപുരം. ഓർക്കുക, വളരെ നിലവാരമുള്ള ചില പോയിന്റുകൾ. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം അതും തിരുവനന്തപുരം തന്നെയാണ്. എന്നാൽ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ചോദ്യമെങ്കിൽ അത് ഉത്തരം കന്യാകുമാരി, തമിഴ്നാട്. തലസ്ഥാന നഗരം തിരുവനന്തപുരം, എന്നാൽ നഗരം കന്യാകുമാരി. പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം അദാലത്ത് നിലവിൽ വന്ന നഗരവും തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരള സർക്കാർ ഓപ്പറേഷൻ അനന്ത, അതായത് ഈ ഓടകളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ അടഞ്ഞിരിക്കുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വെള്ളക്കെട്ടുണ്ടാവുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഓപ്പറേഷൻ അനന്ത ആരംഭിച്ചതും എവിടെ തന്നെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഓർക്കുക, ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം കണ്ട 2 സ്ലൈഡുകൾ, ഏറ്റവും ഭൂമധ്യരേഖയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന നഗരം അത് കന്യാകുമാരി, എന്നാൽ തലസ്ഥാന നഗരം അത് ഓർക്കണം കേട്ടോ. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായി പുകവലി പരസ്യങ്ങൾ നിരോധിച്ച ജില്ല തിരുവനന്തപുരം. പുകവലി വിമുക്ത ജില്ല, അതും പുകവലി വിമുക്ത ജില്ല എന്നല്ല, പുകവലി രഹിത ജില്ല അതും തിരുവനന്തപുരം തന്നെയാണ്. ബാലഭിക്ഷാടന വിമുക്ത ജില്ല അത് തിരുവനന്തപുരമാണ്. ഓർക്കുക, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം അദാലത്ത് നിലവിൽ വന്നതും ഓപ്പറേഷൻ അനന്ത ആരംഭിച്ചതും തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ 1906. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, കേരളത്തിൽ ആദ്യമായി സ്ഥാപിതമായ കോർപ്പറേഷൻ
ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല 1937. ഇതാണ് 1957 കേരള സർവകലാശാലയായി പേര് മാറിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി 1829. ആദ്യത്തെ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം. ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം നഗരം. ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. ആദ്യത്തെ ലൈബ്രറി കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി. ഇതും ഒക്കെ ഏത് തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ലോ കോളേജ്, ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ലോ കോളേജ്, ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, ആദ്യത്തെ മെഡിക്കൽ കോളേജ്, ആദ്യത്തെ വുമൻസ് കോളേജ്, ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം. ആദ്യത്തെ സർക്കാർ ലോ കോളേജ്, ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, ആദ്യത്തെ മെഡിക്കൽ കോളേജ്, വുമൻസ് കോളേജ്, ആയുർവേദ കോളേജ് തിരുവനന്തപുരം. തീർന്നിട്ടില്ല. കേരളത്തിലെ ആദ്യത്തെ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ, കേരളത്തിലെ ആദ്യത്തെ ആർട്സ് കോളേജ്, ആദ്യത്തെ സംസ്കൃത കോളേജ്, കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി, കേരളത്തിലെ ആദ്യത്തെ മാനസിക ആരോഗ്യ ആശുപത്രി. ഇതെല്ലാം സ്ഥാപിതമായത് തിരുവനന്തപുരം. ആദ്യത്തെ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ, ആദ്യത്തെ ആർട്സ് കോളേജ്, ആദ്യത്തെ സംസ്കൃത കോളേജ്, ആദ്യത്തെ സർക്കാർ ആശുപത്രി, ആദ്യത്തെ മാനസിക ആരോഗ്യ ആശുപത്രി എന്നിവർ സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ആദ്യത്തെ പ്ലാനറ്റോറിയം എവിടെ? തിരുവനന്തപുരത്ത്. ആദ്യത്തെ ഗവൺമെന്റ് പ്രസ് എവിടെ? തിരുവനന്തപുരത്ത് 1836. ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെ? തിരുവനന്തപുരത്ത്. കൂട്ടുകാരെ, കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ കോടതി എവിടെ? തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന കോടതി എവിടെ? തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം, അതെ, ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം. ഓർക്കണം കൂട്ടുകാരെ. ആദ്യത്തെ മ്യൂസിയം, ആദ്യത്തെ കോർപ്പറേഷൻ, ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം, ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല 37. ഈ തിരുവിതാംകൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആകാൻ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP കത്തെഴുതി വിളിച്ചത് ആരെയാണെന്ന് എന്റെ കൂട്ടുകാർക്ക് അറിയാമോ? സർ ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് സർ CP എന്ത് ചെയ്തത്? കത്തെഴുതി വിളിച്ചത്. ബഹുമാനപ്പെട്ട ആൽബർട്ട് ഐൻസ്റ്റീൻ, താങ്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. താങ്കൾ ഈ സർവകലാശാലയുടെ എന്താകണം? വൈസ് ചാൻസലർ ആകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി എന്നാണ് ചരിത്രം പറയുന്നത്. ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയും തിരുവനന്തപുരത്ത് തന്നെയാണ് 1829. ആദ്യത്തെ സർക്കാർ ലോ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, വുമൻസ് കോളേജ്, ആയുർവേദ കോളേജ്. ഇതിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത് 1939. ആദ്യത്തെ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ, അതായത് ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, പരമ്പരാഗത വൈദ്യങ്ങൾ അടങ്ങുന്നതാണ് ഈ ആയുഷ് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ തിരുവനന്തപുരത്ത്. ആദ്യത്തെ ആർട്സ് കോളേജ്, സംസ്കൃത കോളേജ്, സർക്കാർ ആശുപത്രി, മാനസിക ആരോഗ്യ ആശുപത്രി സ്ഥാപിതമായത് ഇതെല്ലാം തിരുവനന്തപുരത്ത്. കൂട്ടുകാരെ, കേരളത്തിലെ ആദ്യത്തെ പ്ലാനറ്റോറിയം, ആദ്യത്തെ ഗവൺമെന്റ് പ്രസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, മൊബൈൽ കോടതി, സായാഹ്ന കോടതി, ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇതെല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓർക്കുക, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂള് GV രാജ സ്പോർട്സ് സ്കൂള്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂള് കാണണം, പഠിക്കണം, മനസ്സിലാക്കണം. GV രാജ സ്പോർട്സ് സ്കൂള് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. ഓർക്കുക, അത് കൊച്ചിയിൽ വെച്ചല്ല. കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ നടന്ന രാജ്യാന്തര ഇന്റർനാഷണൽ
1-ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം നടന്നത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. തിരുവനന്തപുരത്തെ കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം കഴക്കൂട്ടത്തിനടുത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് എന്ന് ഓർക്കുക. ആദ്യത്തെ സ്പോർട്സ് സ്കൂള് GV രാജ സ്പോർട്സ് സ്കൂള്. ആദ്യമായി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തിരുവനന്തപുരം. ആദ്യത്തെ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം കാര്യവട്ടം എന്നുകൂടി എന്ത് ചെയ്യുക, ഓർക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ DBOT ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ ഔട്ട്ഡോർ സ്റ്റേഡിയമാണ് ഇത്, നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ DBOT ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡലിന്റെ അങ്ങനെ വന്നൊരു ഔട്ട്ഡോർ സ്റ്റേഡിയമാണ് ഇത്, തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ടെന്നീസ് അക്കാഡമി സ്ഥാപിച്ചിരിക്കുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിൽ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം തിരുവനന്തപുരത്ത് പിരപ്പൻകോടാണ്. പിരപ്പൻകോട് വെഞ്ഞാറമൂട് അടുത്തായിട്ട് വരും പിരപ്പൻകോട്. അപ്പോൾ ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഔട്ട്ഡോർ സ്റ്റേഡിയമാണ് ഏത്, തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഇത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയം കൂടിയാണ്. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ടെന്നീസ് അക്കാഡമി ആരംഭിച്ചിരിക്കുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം അത് തിരുവനന്തപുരത്തെ പിരപ്പൻകോടാണ് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർക്കുക. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലം തിരുവനന്തപുരം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് വെള്ളയമ്പലത്താണ്. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തല ട്രാൻസ്ജെൻഡർ അത്ലറ്റിക്സിന് വേദിയായതും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആദ്യമായി ഒരു അത്ലറ്റിക്സ് നടത്തിയിരിക്കുന്നതും തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്. ഓർക്കുക, വെള്ളയമ്പലത്ത് എന്താണുള്ളത്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ എവിടെ പ്രവർത്തിക്കുന്നു, വെള്ളയമ്പലത്ത് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തലത്തിൽ കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചത് എവിടെ, തിരുവനന്തപുരത്താണ്. ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജും തിരുവനന്തപുരം. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ TV സ്റ്റേഷൻ എവിടെയാണ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ TV സ്റ്റേഷൻ എവിടെയാണ്, തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ TV സ്റ്റേഷൻ തിരുവനന്തപുരത്ത്. ഓർക്കുക, ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് ലയൺ സഫാരി പാർക്ക് അങ്ങ് നെയ്യാറ്റിങ്കര കഴിഞ്ഞിട്ട് സ്ഥിതി ചെയ്യുന്നു. കേട്ടുകാരെ ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം ഒബ്സർവേറ്ററി സ്ഥാപിതമായതും തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ പട്ടം. കേരളത്തിലെ ആദ്യത്തെ കാരുണ്യ ഫാർമസി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. കേരളത്തിലത്തെ കാരുണ്യ ഫാർമസി, അതായത് കുറഞ്ഞ പൈസയിൽ നമുക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന സ്ഥലം. ആദ്യത്തെ മൃഗശാല 1857 തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി തിരുവനന്തപുരത്ത്. കേരളത്തിലത്തെ ലോക് അദാലത്ത് സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. ആദ്യത്തെ ബെയിലി പ്രസ്, അന്തർക്ക് വേണ്ടി ബെയിലി പ്രസ് സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ, എന്നാൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളതും തിരുവനന്തപുരത്താണ് കേട്ടോ. ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം. കൂട്ടുകാരെ, TV സ്റ്റേഷൻ തിരുവനന്തപുരം. അതുപോലെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം ഒബ്സർവേറ്ററി സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. ലയൺ സഫാരി പാർക്ക് അതും തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു. ഓർക്കുക, ആദ്യത്തെ TV സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ, ലയൺ സഫാരി പാർക്ക്, വാന നിരീക്ഷണ കേന്ദ്രം എല്ലാം തിരുവനന്തപുരത്ത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. പട്ടം. ആദ്യത്തെ കാരുണ്യ ഫാർമസി സ്ഥാപിതമായത്, കുറഞ്ഞ നിരക്കിൽ നമുക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന കാരുണ്യ ഫാർമസി സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. ആദ്യത്തെ മൃഗശാല തിരുവനന്തപുരം 1857. ആദ്യത്തെ മാജിക് അക്കാദമി, ആദ്യത്തെ ലോക് അദാലത്ത്, ആദ്യത്തെ ബെയിലി പ്രസ്, ഇതെല്ലാം എവിടെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. കൂട്ടുകാരെ, കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ, ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, ആദ്യത്തെ
അടിപ്പാത, അതായത് പാളയം അടിപ്പാത, പാളയം അണ്ടർപാസ്, ഇതെല്ലാം തിരുവനന്തപുരത്ത്. ആദ്യത്തെ ATM അതെവിടെ സ്ഥാപിതമായി? തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിതമായി. കേരളത്തിൽ ആദ്യത്തെ DNA ബാർകോഡിംഗ് സെന്റർ പുത്തൻതോപ്പ്. DNA ബാർകോഡിംഗ് സെന്റർ എവിടെ സ്ഥാപിതമായി? പുത്തൻതോപ്പ്. ആദ്യത്തെ എസ്കലേറ്റർ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി. ആദ്യത്തെ അടിപ്പാത പാളയം അണ്ടർപാസ്. ആദ്യത്തെ ATM തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. കേരളത്തിൽ ആദ്യത്തെ DNA ബാർകോഡിംഗ് സെന്റർ പുത്തൻതോപ്പിൽ സ്ഥാപിതമായി. ഓർക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കേരളത്തിൽ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്ത്. ആദ്യത്തെ ഫോറസ്റ്റ് അക്കാഡമി അരിപ്പ. ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്. ആദ്യത്തെ ഫോറസ്റ്റ് അക്കാഡമി അരിപ്പ, രണ്ടും തിരുവനന്തപുരത്ത്. വനിതാ പോസ്റ്റ് ഓഫീസും തിരുവനന്തപുരത്ത്. ആദ്യത്തെ ATM തിരുവനന്തപുരത്ത്. DNA ബാർകോഡിംഗ് സെന്ററും എവിടെ തന്നെയാണ് കൂട്ടുകാരെ? തിരുവനന്തപുരത്ത് തന്നെയാണ്. ആദ്യത്തെ സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിൽ ആദ്യമായി സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആദ്യത്തെ മെട്രോ സിറ്റി തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യത്തെ ചെഷയർ ഹോം സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. സൗജന്യ വൈഫൈ ആദ്യമായി ലഭ്യമാക്കിയത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ സിറ്റി തിരുവനന്തപുരം. ആദ്യത്തെ ആനിമേഷൻ പാർക്ക് തിരുവനന്തപുരം. ഫോറസ്റ്റ് അക്കാദമി അരിപ്പ തിരുവനന്തപുരം. പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട് തിരുവനന്തപുരം. ആദ്യത്തെ ചെഷയർ ഹോം സ്ഥാപിതമായതും തിരുവനന്തപുരത്ത്. ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസും എവിടെ തന്നെയാണ് കൂട്ടുകാരെ? തിരുവനന്തപുരത്ത് തന്നെയാണ്. ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അമരവിള തിരുവനന്തപുരത്ത്. ബാലരാമപുരം നെയ്യാറ്റിങ്കര കഴിഞ്ഞ് അമരവിള, അത് കഴിഞ്ഞിട്ടാണ് കളിയിക്കാവിള വരുന്നത്, തമിഴ്നാട് ബോർഡർ വരുന്നത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത ഓഫീസ് തിരുവനന്തപുരത്തെ IT മിഷൻ. കടലാസ് രഹിത ഓഫീസ് IT മിഷൻ. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത്. ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അമരവിള. ആദ്യത്തെ കടലാസ് രഹിത ഓഫീസ് IT മിഷൻ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത്. ഭരതമുനിയുടെ പ്രതിമ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെ? ഭരതമുനിയുടെ പ്രതിമ. പെട്ടെന്ന് എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു, ഭരതമുനി ഒരു കളം വരച്ചു. ഓക്കെ, അപ്പോൾ ഭരതമുനിയുടെ പ്രതിമ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി സ്ഥാപിച്ചത്? അതെ, പ്രതിമകളുടെ നഗരമായ തിരുവനന്തപുരത്താണ് ഭരതമുനിയുടെ പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലെ ദേശീയ നൃത്ത മ്യൂസിയത്തിന് മുന്നിലാണ് ഭരതമുനിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഗുരു ഗോപിനാഥിന്റെ നടന ഗ്രാമം വട്ടിയൂർക്കാവിലാണ്, തിരുവനന്തപുരത്താണ്. അവിടെയുള്ള ദേശീയ നൃത്ത മ്യൂസിയത്തിന് മുന്നിലാണ് ഭരതമുനിയുടെ പ്രതിമ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യമായി അമ്മമാർ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതിനായി അമ്മത്തൊട്ടിൽ, അമ്മമാർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല, അപ്പോ കൊല്ലണ്ട, നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി, അങ്ങനെ ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിൽ. അത് വന്നത് 2002 നവംബർ 14 എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർക്കുക. അമ്മത്തൊട്ടിൽ വന്നത് 2002 നവംബർ 14. ഓർക്കുക, ഭരതമുനിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നമ്മുടെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലാണ് എന്നുള്ളത് ഓർക്കുക. കേരളത്തിൽ ആദ്യമായി അമ്മമാർ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകാനായി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. മീൻസ് അത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അങ്ങനെ കളയണ്ട, നിങ്ങൾ കൊല്ലണ്ട, എന്നാൽ ഇവിടെ വന്ന് വെച്ചേക്കൂ, അങ്ങനെ ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, അമ്മത്തൊട്ടിൽ. അത് സ്ഥാപിതമായത് 2002 നവംബർ 14. ഓർക്കുക, ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനോടോ. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾക്ക് ജന്മം നൽകിയ ആദ്യത്തെ സർക്കാർ ആശുപത്രി SAT ആശുപത്രി തിരുവനന്തപുരം. SAT യോ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ, ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം, രണ്ടും തിരുവനന്തപുരം. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾക്ക് ജന്മം നൽകിയ ആദ്യത്തെ സർക്കാർ ആശുപത്രി SAT ആശുപത്രി തിരുവനന്തപുരം.
കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ശാസ്താംപാറ തിരുവനന്തപുരത്ത് ശാസ്താംപാറയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി വരുന്നത്. കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്റർ ആരംഭിച്ചതും തിരുവനന്തപുരത്ത്. ഓർക്കുക, അഡ്വഞ്ചർ ടൂറിസം അക്കാദമി വരുന്നത് തിരുവനന്തപുരം ശാസ്താംപാറ. കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത്. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നതും തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോടെക്നോളജി മോളിക്യുലർ ഹ്യൂമൻ ജനറ്റിക്സ് ലബോറട്ടറി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, കേരളത്തിലെ ആദ്യത്തെ ബയോടെക്നോളജി മോളിക്യുലർ ഹ്യൂമൻ ജനറ്റിക്സ് ലബോറട്ടറി സ്ഥാപിതമാകുന്നത് എവിടെ? തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ വന്നത് ആറ്റിങ്ങൽ. മിൽക്ക് ATM ആറ്റിങ്ങൽ 2019. സംസ്ഥാനത്തെ ആദ്യത്തെ പട്ടികവർഗ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് പാലോടാണ്. കേരളത്തില് സംസ്ഥാനത്ത് ആദ്യമായിട്ട് പട്ടികവർഗ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത് എവിടെ? അത് പാലോട്. ഓർക്കുക, വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. അഡ്വഞ്ചർ ടൂറിസം അക്കാദമി ശാസ്താംപാറ, ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം തിരുവനന്തപുരം, ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്റർ തിരുവനന്തപുരം, ആദ്യത്തെ ബയോടെക്നോളജി മോളിക്കുലർ ഹ്യൂമൻ ജനറ്റിക്സ് ലബോറട്ടറി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത്, മിൽക്ക് ATM ആറ്റിങ്ങൽ 2019, പട്ടികവർഗക്കാർക്ക് വേണ്ടി ആദ്യത്തെ പട്ടികവർഗ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് പാലോട്. ഓർക്കുക, കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതും തിരുവനന്തപുരത്ത്. ഇലക്ട്രിക് ബസ്, നല്ല പോയിന്റ് ആണ് കൂട്ടുകാരെ. ആദ്യത്തെ മോളിക്കുലർ ഹ്യൂമൻ ജനറ്റിക്സ് ലബോറട്ടറി നേരത്തെ സൂചിപ്പിച്ചതാണ് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് വരുന്ന മെഡിക്കൽ കോളേജ്. സ്കിൻ ബാങ്ക് കേരളത്തിലാദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അല്ലെ? ഇവിടെ തന്നെയാണ് കൂട്ടുകാരെ കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് വരുന്നതും. എന്ത് ബാങ്ക്? സ്കിൻ ബാങ്ക്. എന്ത് ബാങ്ക്? സ്കിൻ ബാങ്ക്. കേരളത്തിലാദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്തടെ. ആദ്യത്തെ മോളിക്യുലർ ഹ്യൂമൻ ജനറ്റിക്സ് ലബോറട്ടറി ആരംഭിച്ചത് തിരുവനന്തപുരത്തടെ. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് വരുന്നതും എവിടെ തന്നെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ്. ഓർക്കുക, ബാങ്കിംഗ് മ്യൂസിയം തിരുവനന്തപുരം. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ നഗരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തിരുവനന്തപുരത്താണ്. വർഷം 1938. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കേരളത്തിൽ ആദ്യമായി പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പൊതു ഗതാഗത സംവിധാനം നടപ്പിലാക്കിയ നഗരം അത് തിരുവനന്തപുരമാണ്. വർഷം 1938. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആദ്യത്തെ ATM നിലവിൽ വന്നത് തിരുവനന്തപുരത്താണെന്ന്. ഈ ATM സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് 1993. കേരളത്തിൽ ആദ്യത്തെ ATM തിരുവനന്തപുരത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എവിടെ എന്റെ കൂട്ടുകാരെ? തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു 1993. ഏത് ബാങ്കാണ് സ്ഥാപിച്ചത്? ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് സ്ഥാപിച്ചത്. ലോക കേരള സഭയുടെ ആദ്യ വേദി തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ആദ്യ വേദി തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ UAE കോൺസുലേറ്റ് നിലവിൽ വന്ന നഗരം തിരുവനന്തപുരം. 3 പോയിന്റുകൾ. ലോക കേരള സഭയുടെ ആദ്യ വേദി തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം. ഓർക്കുക, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ UAE കോൺസുലേറ്റ് നിലവിൽ വന്ന നഗരം അതും തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. ഇത് പിന്നീട് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയില് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് സ്ഥാപിതമായത്. ഇത് പിന്നീട് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. കേരളത്തിലാദ്യത്തെ തുറന്ന വനിതാ ജയില് പൂജപ്പുര വനിതാ ജയില് തിരുവനന്തപുരം. കേരളത്തിലാദ്യത്തെ തുറന്ന വനിതാ ജയില് പൂജപ്പുര വനിതാ ജയില് തിരുവനന്തപുരം. കേരളത്തിലാദ്യത്തെ തുറന്ന ജയില് അത് നെട്ടുകാൽ തേരി കാട്ടാക്കട. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയില് നെട്ടുകാൽ തേരി കാട്ടാക്കട
ആദ്യത്തെ വനിതാ ജയില് നെയ്യാറ്റിൻകര, പിന്നീട് അത് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയില് അഥവാ തുറന്ന വനിതാ ജയില് അത് പൂജപ്പുരയാണ്, തിരുവനന്തപുരത്ത്. എന്നാൽ ആദ്യത്തെ തുറന്ന വനിതാ ജയില് അത് പൂജപ്പുര. എന്നാൽ ആദ്യത്തെ തുറന്ന ജയില് അത് ചോദിച്ചു കഴിഞ്ഞാൽ നെട്ടുകാൽ തേരി, കാട്ടാക്കട. ഓക്കെ, അടുത്തത് ജന്മസ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെതുണ്ട്, അതുപോലെ തന്നെ ചില പ്രത്യേകതകളായിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, തീരുന്നില്ല നമ്മുടെ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള വിശേഷണങ്ങൾ. ഒരുപാടേറെയുണ്ട് കൂട്ടുകാരെ നമുക്ക് തിരുവനന്തപുരത്തെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കണ്ടുവരാം ഇനിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്. ഓർക്കുക. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നു ബാക്കിയുള്ള പോയിന്റ്. സോയിൽ മ്യൂസിയം എവിടെയുടെ? തിരുവനന്തപുരത്ത് പാറോട്ടോണത്ത്. വനിതകൾക്ക് വേണ്ടി ആദ്യത്തെ ജയില് അത് നെയ്യാറ്റിൻകര, പിന്നീട് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ആദ്യത്തെ തുറന്ന വനിതാ ജയില് പൂജപ്പുര, എന്നാൽ തുറന്ന ജയില് അത് കാട്ടാക്കടയിലെ നെട്ടുകാൽ തേരി, അത് കോമൺ. ഓക്കെ, അടുത്തത് നമ്മള് ജന്മസ്ഥലങ്ങൾ. തിരുവനന്തപുരത്ത് ഒരു പിടി പുണ്യാത്മാക്കളുടെ ജന്മസ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ചെമ്പഴന്തി. മറ്റൊന്ന് ചട്ടമ്പി സ്വാമികളുടേതാണ് കണ്ണൻമൂല അല്ലെങ്കിൽ കൊല്ലൂര്. മറ്റൊന്ന് അയ്യങ്കാളിയാണ് വെങ്ങാനൂര്. കായിക്കരയിലെ കുമാരനാശാനെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ എങ്ങനെയാണ് മറക്കാൻ സാധിക്കുന്നത്? സ്വദേശം നെയ്യാറ്റിൻകര. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുന്നത്? വക്കം. ഡോക്ടർ പൽപ്പുവിന്റെ സ്ഥലം എങ്ങനെയാണ് മറക്കാൻ സാധിക്കുന്നത്? പേട്ട. ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി. ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്ത് കണ്ണൻമൂലയിലെ കൊല്ലൂര്. അയ്യങ്കാളി വെങ്ങാനൂര്. കുമാരനാശാൻ കായിക്കര. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നെയ്യാറ്റിൻകര. അയാളുടെ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമ, ഇയാള് പത്രാധിപരാണ് രാമകൃഷ്ണപിള്ള. ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അങ്ങ് വക്കം, വർക്കലയ്ക്ക് അടുത്താണ് ഈ വക്കം. വർക്കലയ്ക്ക് അടുത്താണ് വക്കം. ഡോക്ടർ പൽപ്പു പേട്ട. വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നെയ്യാറ്റിൻകര. കുമാരനാശാൻ കായിക്കര. അയ്യങ്കാളി വെങ്ങാനൂര്. ചട്ടമ്പി സ്വാമികൾ കണ്ണമ്മൂല. ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി. അപ്പോൾ ആലപാല കോഴിക്ക് 57 കണ്ണ്. എന്താണ് കൂട്ടുകാരെ ആലപാല കോഴിക്ക്? ആല ഫോർ ആലപ്പുഴ, പാല ഫോർ പാലക്കാട്, കോഴി ഫോർ കോഴിക്കോട്. എന്ന് പറയുമ്പോൾ 57 കണ്ണ് എന്ന് പറയുന്നതാണ് കണ്ണൂർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആലപാല കോഴിക്ക് 57 കണ്ണ്. ഈ 4 ജില്ലകൾ നിലവിൽ വന്നത് 1957 ഇതിൽ ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17 ബാക്കി പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര് 57 ജനുവരി 1 എന്ന് പ്രത്യേകം ഓർക്കുക. ആലപാല കോഴിക്ക് 57 കണ്ണ്. 57 കണ്ണ്. ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര് എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1957. ഇതിൽ ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17 ബാക്കി പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1957 ജനുവരി 1 ഓർക്കുക. ശില്പങ്ങളുടെ നഗരം, അതായത് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരവും, എന്നാൽ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടുമാണ്. മാറിപ്പോകരുത്. ശില്പങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരവും, എന്നാൽ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടുമാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു. ശില്പങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരവും, ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടുമാണ്. ഓർക്കുക. ഇനി ചില ആരാധനാലയങ്ങൾ, അവയുടെ പ്രത്യേകതകളാണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് സാക്ഷാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്. ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന ക്ഷേത്ര ആചാരമാണ് ഭദ്രദീപം എന്ന് ഓർക്കുക. അപ്പോൾ ഭദ്രദീപം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന എന്താണ്? ക്ഷേത്ര ആചാരം ആണ്. അപ്പൊ മ്യൂറൽ പഗോഡ എന്നാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ട് എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അവിടെയുള്ള ആരാധനാമൂർത്തി ശ്രീ മഹാവിഷ്ണുവാണ്.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന ക്ഷേത്രാചാരം ഭദ്രദീപമാണ് എന്ന് ഓർക്കുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിൽ കൂടുമ്പോൾ നടക്കുന്നത് മുറജപവും വർഷത്തിൽ 2 തവണ നടക്കുന്നത് ഭദ്രദീപവുമാണ്. 6 വർഷം കൂടുമ്പോൾ നടക്കുന്നത് മുറജപവും 6 മാസം കൂടുമ്പോൾ നടക്കുന്നത് ഭദ്രദീപവുമാണ്. ഓർക്കുക, ഈ പറയുന്ന ഭദ്രദീപം, മുറജപം എന്നിവ ആരംഭിച്ചത് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയാണ്. അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിക്കുന്നത്. 6 മാസം കൂടുമ്പോൾ ഭദ്രദീപവും 6 വർഷം കൂടുമ്പോൾ മുറജപവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച പ്രാചീന താളിയോല ഗ്രന്ഥമാണ് മതിലക രേഖകൾ എന്ന് അറിയപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച പ്രാചീന താളിയോല ഗ്രന്ഥം അറിയപ്പെടുന്നത് മതിലകം രേഖകൾ. കൂട്ടുകാരെ, അപ്പോൾ ഭദ്രദീപമാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ, മുറജപമാണെങ്കിൽ 6 വർഷം കൂടുമ്പോൾ. രണ്ടും ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലഭിച്ച പ്രാചീന താളിയോല ഗ്രന്ഥത്തിന്റെ പേര് മതിലകം രേഖകൾ. നമ്മുടെ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് ഏത്? തിരുവല്ലം. പരശുരാമ ക്ഷേത്രം തിരുവല്ലം. ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലമാണ് തിരുവല്ലം. കിഴക്കേക്കോട്ട കഴിഞ്ഞ് പടിഞ്ഞാറേക്കോട്ട കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തിരുവല്ലം എന്ന് പറയുന്നത്. അത് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം അവിടെയാണ്, തിരുവല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, തിരുവല്ലം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കരമന നദിയുടെ തീരത്താണ്. ശ്രീ പരശുരാമനെ ആരാധനമൂർത്തിയായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏക പരശുരാമ ക്ഷേത്രമായ ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കരമന നദിയുടെ തീരത്താണ്. എന്നാൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. ഓർക്കുക, ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്നത് ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായി ആ ഒത്തുചേരൽ, ആ പൊങ്കാല ഇടൽ ചടങ്ങ് ഗിന്നസ് റെക്കോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇടം നേടിയിട്ടുണ്ട്. ഓർക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുന്നു. സ്ത്രീകളുടെ ശബരിമല അത് ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ആ പൊങ്കാല ഇടുന്നതിന്റെ ഭാഗമായി ആ ഒരു വിശേഷം എവിടെ ഇടം പിടിച്ചിട്ടുണ്ട്? ഗിന്നസ് റെക്കോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി വർക്കല ശിവഗിരി മഠം സ്ഥാപിച്ചതാരാണ്? ശ്രീ നാരായണ ഗുരുവാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരമാണ് അത് ഈ പറയുന്നത് പോലെ ശാന്തിഗിരിയിലെ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കല ശിവഗിരി മഠം സ്ഥാപിച്ചത് ശ്രീ നാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം അത് ശാന്തിഗിരിയിലെ ലോട്ടസ് ടെമ്പിൾ ആണ്. വർക്കലയിലെ ശിവഗിരി മഠം ശ്രീ നാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം അത് ശാന്തിഗിരിയിലെ ലോട്ടസ് ടെമ്പിൾ. ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോത്തൻകോട്. ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോത്തൻകോട്. ശാന്തിഗിരി ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പോത്തൻകോടാണ്. ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ചത് നവജ്യോതി ശ്രീ കരുണാകര ഗുരു ആണ്. ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചെങ്കൽ. അവിടെ ഈ പറഞ്ഞതുപോലെ ചെങ്കൽ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചെങ്കൽ മഹേശ്വര ശിവ പാർവതി ക്ഷേത്രം. ഏകദേശം 111.2 അടിയാണ് അവിടെയുള്ള ശിവലിംഗത്തിന്റെ ഒരു ഉയരം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ ആവർത്തിക്കാം. കൂട്ടുകാരെ ശ്രദ്ധിക്കാം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലത്താണ്. തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരമന നദിയുടെ തീരത്താണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാകട്ടെ ആറ്റുകാൽ ദേവി ക്ഷേത്രവും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്നതിന്റെ ഭാഗമായി പൊങ്കാല ഇടുന്ന ആ ചടങ്ങ് ഗിന്നസ് റെക്കോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇടം പിടിച്ചിട്ടുണ്ട്. വർക്കലയിലെ ശിവഗിരി മഠം സ്ഥാപിച്ചത് ശ്രീ നാരായണ ഗുരുവാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം അത് ശാന്തിഗിരി, പോത്തൻകോട് ശാന്തിഗിരിയിലെ ലോട്ടസ് ടെമ്പിൾ ആണ്. ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പോത്തൻകോടാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഈ ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ചത് ശ്രീ നാരായണ ഗുരുവല്ല, നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ്. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലാണ്. 111.2 അടിയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റീജിയണൽ ക്യാൻസർ സെന്റർ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ഇതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. കൂട്ടുകാരെ, കേരള പബ്ലിക് സർവീസ് അതായത് നമ്മളെ PSCയുടെ ഓഫീസ്, അതുപോലെ തന്നെ RCC റീജിയണൽ ക്യാൻസർ സെന്റർ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ഇതിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ്. കേരള പബ്ലിക് സർവീസ് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. റീജിയണൽ ക്യാൻസർ സെന്റർ അത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് പരമാവധി ചികിത്സ നൽകുന്ന ഒരു സ്ഥലമാണ്. ദെൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ്. ഇത് മൂന്നും എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓർക്കുക,
കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള പോലീസ് ട്രെയിനിങ് കോളേജ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്ത് തൈക്കാട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, നളന്ദ സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, നളന്ദ സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ RBIയുടെ ആസ്ഥാനം, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 2 സ്ലൈഡ് ഒന്നും കൂടി ആവർത്തിക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം, അതുപോലെ തന്നെ റീജിയണൽ ക്യാൻസർ സെന്റർ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ഇതെല്ലാം തിരുവനന്തപുരത്താണ്. കേരള പോലീസ് അക്കാദമി, കേരള പോലീസ് ട്രെയിനിങ് കോളേജ്, ഇതിന്റെ ആസ്ഥാനങ്ങളൊക്കെ തിരുവനന്തപുരത്താണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ നളന്ദ സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. നബാർഡിന്റെ ആസ്ഥാനം, RBIയുടെ ആസ്ഥാനം, ഇതെല്ലാം കേരളത്തിലെ RBIയുടെ ആസ്ഥാനം, ഇതെല്ലാം തിരുവനന്തപുരത്താണ്. കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഓർക്കുക, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരം, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, സദേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന് മറന്നു പോകരുത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്താണെന്ന് മറന്നു പോകരുത് നിങ്ങൾ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, കൊച്ചിയല്ല. ദക്ഷിണ വ്യോമ കമാൻഡ്, സദേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനവും തിരുവനന്തപുരം തന്നെയാണ്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ തുമ്പ. കൂട്ടുകാരെ, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ ആദ്യ പരീക്ഷണം നടന്ന സ്ഥലം നമ്മുടെ തുമ്പ, വിക്രം സാരാഭായി സ്പേസ് സെന്റർ. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ വല്യമല തിരുവനന്തപുരം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ വല്യമല തിരുവനന്തപുരം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സെന്റർ എവിടെയാണ്? വല്യമല തിരുവനന്തപുരം. ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെടുമങ്ങാട്. കൂട്ടുകാരെ, ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കൊച്ചുവേളി, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചുവേളി. അപ്പോൾ ഓർക്കുക, സദേൺ വ്യോമ കമാൻഡിന്റെ എയർ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം, വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം തുമ്പ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ആസ്ഥാനം വല്യമല, ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിന്റെ ആസ്ഥാനം കൊച്ചുവേളി. ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. കൂട്ടുകാരെ, ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ? തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം, കൂട്ടുകാരെ, സെൻട്രൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതും പാറോട്ടുകോണത്താണ്. ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ തിരുവനന്തപുരത്ത്, ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം, കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രവും മണ്ണ് മ്യൂസിയവും പാറോട്ടുകോണം. ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം. ഓർക്കുക, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. ഇപ്പോൾ വാർഷികം ആഘോഷിക്കുന്നു നമ്മുടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയുള്ളത്? ശ്രീകാര്യത്തുള്ളത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, കരകൗശല വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ശ്രീകാര്യം, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം അതും നമ്മുടെ തിരുവനന്തപുരം, കരകൗശല വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം, വൈലോപ്പള്ളി സംസ്കൃത ഭവൻ തിരുവനന്തപുരം, RCCയും തിരുവനന്തപുരത്ത് തന്നെയാണ്. കൂട്ടുകാരെ, ഓർക്കുക, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? തിരുവനന്തപുരത്ത് പാലോട്. ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരത്ത്, ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം കാര്യവട്ടം നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടുകാരെ, കേരളത്തിലെ സൈനിക് സ്കൂള് അത് കഴക്കൂട്ടത്താണ്. കേരളത്തിലെ ഏക സൈനിക് സ്കൂള് കഴക്കൂട്ടത്ത്, കെയർഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത്, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് പാലക്കാട്, ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരം, ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം കാര്യവട്ടം, സൈനിക് സ്കൂള് കഴക്കൂട്ടം, കെയർഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓർക്കുക, കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് വഴുതക്കാട്, സംസ്ഥാന വനം വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? വഴുതക്കാട്. സാമൂഹിക നീതി വകുപ്പിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്.
കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം, ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനവും കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനവും തിരുവനന്തപുരത്ത്. ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് കാര്യവട്ടം കഴക്കൂട്ടത്തിനടുത്ത് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആന പുനരധിവാസ കേന്ദ്രം തിരുവനന്തപുരത്ത് കോട്ടൂര്. ഓർക്കുക, സംസ്ഥാന വനംവകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് വഴുതിക്കാട്. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കാര്യവട്ടം. ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂര്. കോട്ടൂര് കോട്ടൂര് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വികാസ് ഭവൻ TB സെന്റർ കൂട്ടുകാരെ തിരുവനന്തപുരത്ത്. അപ്പോൾ TB സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അതിന്റെ ആസ്ഥാനം വികാസ് ഭവൻ തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് നമ്മൾ സമഗ്രമായി എന്ത് ചെയ്തിരിക്കുകയാണ്, കണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ വിശദീകരിച്ച് നമ്മൾ തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് കണ്ടു. ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത പോയിന്റുകൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് കണ്ടു. ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരുവനന്തപുരം ജില്ലയുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നോക്കാം. തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് 49 ജൂലൈ 1. വിസ്തീർണം 13,660 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത 1508. സ്ത്രീ പുരുഷ അനുപാതം 1087. 14 നിയമസഭാ മണ്ഡലങ്ങളും തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങളും. 6 താലൂക്കുകൾ. ഓർക്കുക, ഇവിടെയുള്ള നദികൾ നെയ്യാർ, കരമന, വാമനപുരം നദികൾ. ഇതിൽ ഏറ്റവും വലുത് വാമനപുരം നദി. തടാകങ്ങൾ വേളി, വെള്ളായണി, ആക്കുളം, കാപ്പിൽ, തിരുവല്ലം. വന്യജീവി സങ്കേതങ്ങൾ പേപ്പാറ, നെയ്യാർ തുടങ്ങിയ 2 വന്യജീവി സങ്കേതങ്ങൾ. ഡാമുകൾ നെയ്യാർ ഡാം, പേപ്പാറ, അരുവിക്കര എന്നിങ്ങനെ 3 ഡാമുകൾ. നെയ്യാറ് ഡാം, അതുപോലെ തന്നെ പേപ്പാറ ഡാം, അരുവിക്കര ഡാം. വെള്ളച്ചാട്ടങ്ങൾ വാഴ്വന്തോൾ, കാലക്കയം, മങ്കയം. വാഴ്വന്തോൾ, കാലക്കയം, മങ്കയം. കൊമ്പൈക്കാണി, മീൻമുട്ടി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോവളം, വർക്കല ബീച്ച്, ശംഖുമുഖം ബീച്ച്, നേപ്പിയർ മ്യൂസിയം, പൊന്മുടി, ആഴിമല. അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളായിട്ട്. ഓർക്കുക, അവിടെ ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തെയാണ്. പ്രതിമകളുടെ നഗരം തിരുവനന്തപുരം. എന്നാൽ ശില്പ നഗരം എന്ന് അറിയപ്പെടുന്നത് കോഴിക്കോടാണെന്ന് പ്രത്യേകം ഓർക്കുക. കേരളത്തിലെ നെയ്ത്തുപട്ടണം ബാലരാമപുരം. തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ ബാലരാമപുരം. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരം തിരുവനന്തപുരമാണെന്ന് ഓർക്കുക. കേരളത്തില് തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ പ്രാചീന നാമങ്ങൾ ശ്രീയാനന്തപുരം, ശ്രീലോക, വൈകുണ്ഠം എന്നിങ്ങനെയാണ്. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള 2ാമത്തെ ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല അത് മലപ്പുറം ജില്ലയാണ്. 2ാമത്തെ ജില്ല അത് തിരുവനന്തപുരമാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. ആദ്യമായി സ്ഥാപിതമായ കോർപ്പറേഷനും തിരുവനന്തപുരം തന്നെയാണ്. ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല അത് തിരുവനന്തപുരമാണ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തും ജനസാന്ദ്രതയിൽ 1ാം സ്ഥാനത്തുമാണ് തിരുവനന്തപുരം ജില്ല. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മരിച്ചീനി ഇവിടെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നു. മരിച്ചീനി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ, എയ്ഡ്സ് രോഗികൾ, വിവാഹമോചിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരത്താണ്. കേരളത്തിലെ 2ാമത്തെ ഫിലിം സ്റ്റുഡിയോ അത് മെറിലാൻഡ് സ്റ്റുഡിയോ തിരുവനന്തപുരം. ആദ്യത്തേത് ആലപ്പുഴ ജില്ലയിലെ ഉദയ സ്റ്റുഡിയോ. കൂട്ടുകാരെ, തിരുവനന്തപുരത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂര്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് ആർക്കുളം. ഏറ്റവും വലിയ ജയില് പൂജപ്പുര സെൻട്രൽ ജയില്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല തിരുവനന്തപുരത്ത്. ശുഖഹരിണപുരം എന്ന് പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത് കിളിമാനൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം നദി, 88 കിലോമീറ്റർ. ട്രിവാൻഡ്രം എന്ന പേര് ഔദ്യോഗികമായി തിരുവനന്തപുരമാക്കിയ വർഷം 1991. വില്യം ബാർട്ടന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥലമാണ് ബാർട്ടൺ ഹില്ല്. തിരുവനന്തപുരം സിറ്റിയിൽ കൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ NH66 ഇത് പനവേൽ എന്ന് പറയുന്ന മുംബൈയിലെ മഹാരാഷ്ട്രയിലെ സ്ഥലത്തെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യത്തെ സൈബർ പാർക്ക് തിരുവനന്തപുരം. സ്വാതി തിരുനാളിന്റെ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണി തമ്പിയാണ്. ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ പോലീസ് IG ആയ ചന്ദ്രശേഖരൻ നായരുടെ പേരിൽ
അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നാമകരണം ചെയ്തിരിക്കുന്നതാണ്. നിലവിൽ കേരള പോലീസിന്റെ ഉടമസ്ഥയിലുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഓർക്കുക. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവാണ്. ഗോൾഫ് ക്ലബ്ബ് തിരുവനന്തപുരത്താണ്. രാജ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കേശവദാസപുരം. NH-66 MC റോഡും രണ്ടും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് കേശവദാസപുരം. ആദ്യത്തെ പുകവലി രഹിത ജില്ല അത് തിരുവനന്തപുരമാണ്. പ്രതിമകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ലയും തിരുവനന്തപുരമാണ്. ബാലഭിക്ഷാടന വിമുക്ത ജില്ല തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം തിരുവനന്തപുരം. നഗരം ചോദിച്ചാൽ അത് കന്യാകുമാരി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഓപ്പറേഷൻ അനന്ത ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം, കോർപ്പറേഷൻ, വൈദ്യുതീകരിച്ച നഗരം, സർവകലാശാല, പബ്ലിക് ലൈബ്രറി ഇതെല്ലാം തിരുവനന്തപുരത്താണ്. മ്യൂസിയം നേപ്പിയർ മ്യൂസിയമാണ്. കോർപ്പറേഷൻ സ്ഥാപിതമായത് 1940-ലാണ്. വൈദ്യുതീകരിച്ചത് 1938-ലാണ്. കേരളത്തിലാദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല വന്നത് 1937-ലാണ്. ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായത് 1829-ലാണ്. ആദ്യത്തെ സർക്കാർ ലോ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, വുമൻസ് കോളേജ്, ആയുർവേദ കോളേജ് ഇതിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത് 1939-ലാണ്. ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ, ആർട്സ് കോളേജ്, സംസ്കൃത കോളേജ്, സർക്കാർ ആശുപത്രി, മാനസിക ആരോഗ്യ ആശുപത്രി എന്നിവ കേരളത്തിൽ ആദ്യമായി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. കേരളത്തിലാദ്യത്തെ പ്ലാനറ്റോറിയം, ഗവൺമെന്റ് പ്രസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, മൊബൈൽ കോടതി, സായാഹ്ന കോടതി, അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. പ്രത്യേകം ഓർക്കുക. ആദ്യത്തെ സ്പോർട്സ് സ്കൂള് GV രാജ സ്പോർട്സ് സ്കൂള്. ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടന്ന വേദി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചാണ് കേരളത്തിൽ ആദ്യത്തെ അന്താരാഷ്ട്ര വൺഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉള്ളത് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. കാര്യവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. DBOT ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്ഡോർ സ്റ്റേഡിയമാണ് നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ടെന്നീസ് അക്കാദമി തിരുവനന്തപുരത്താണ്. അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോടാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തായിരുന്നു. പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്. കൂട്ടുകാരെ ഫോറസ്റ്റ് ട്രെയിനിങ് അക്കാദമി അരിപ്പ അത് തിരുവനന്തപുരത്താണ്. പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട് അതും തിരുവനന്തപുരത്താണ്. TV സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ രണ്ടും തിരുവനന്തപുരത്താണ്. ലയൺ സഫാരി പാർക്ക് തിരുവനന്തപുരത്താണ്. വാന നിരീക്ഷണ കേന്ദ്രം ഒബ്സർവേറ്ററി സ്ഥാപനമായത് തിരുവനന്തപുരത്താണ്. സൈബർ പോലീസ് ക്രൈം സ്റ്റേഷൻ സ്ഥാപനമായത് പട്ടത്താണ്. ആദ്യത്തെ കാരുണ്യ ഫാർമസി, ആദ്യത്തെ മൃഗശാല, മാജിക് അക്കാദമി, ലോക് അദാലത്ത്, ബെയിലി പ്രസ് എന്നിവ തിരുവനന്തപുരത്താണ്. ഇതിൽ മൃഗശാല സ്ഥാപിതമായത് 1857-ലാണ്. കേരളത്തിൽ ആദ്യത്തെ എസ്കലേറ്റർ, ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, ആദ്യത്തെ അടിപ്പാത എന്നിവ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. അടിപ്പാതയുടെ പേര് പാളയം അണ്ടർപാസ് ആണ്. ആദ്യത്തെ ATM 1993 ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു? സ്ഥാപിച്ചു. ഓക്കെ, ആ കൂട്ടരെ കേരളത്തിൽ ആദ്യത്തെ DNA ബാർകോഡിംഗ് സെന്റർ അത് പുത്തൻതോപ്പിലാണ്. ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ഫോറസ്റ്റ് അക്കാദമി അരിപ്പയിൽ സ്ഥാപിച്ചത്. സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. ആദ്യത്തെ മെട്രോ സിറ്റി, ആദ്യത്തെ ആനിമേഷൻ പാർക്ക്, ചെഷയർ ഹോം എന്നിവ തിരുവനന്തപുരത്താണ്. ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സ്ഥാപിതമായത് അമരവിളയിലാണ്. ആദ്യത്തെ കടലാസ് രഹിത ഓഫീസ് IT മിഷൻ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഭരതമുനിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലുള്ള നടന ഗ്രാമത്തിലാണ് എന്ന് പ്രത്യേകം ഓർക്കുക. കേരളത്തിൽ ആദ്യമായി അമ്മമാർ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതിനായി അമ്മത്തൊട്ടിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 2002 നവംബർ 14-ലാണ് ഇത് സ്ഥാപിതമായത്. ISO 9001 സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരത്ത് തന്നെയാണ്. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾക്ക് ജന്മം നൽകിയ ആദ്യത്തെ സർക്കാർ ആശുപത്രി SIT ആശുപത്രി തിരുവനന്തപുരം. അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ശാസ്താംപാറ തിരുവനന്തപുരം. ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം തിരുവനന്തപുരത്താണ്. ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്ററും തിരുവനന്തപുരത്ത് തന്നെയാണ്. ആദ്യത്തെ ബയോടെക്നോളജി മോളിക്കുലർ ഹ്യൂമൻ ജനറ്റിക്സ് ലബോറട്ടറി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത്. ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ വരുന്നത് ആറ്റിങ്ങലാണ് 2019. പട്ടികജാതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത് പാലക്കാടിലാണ്. ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ആദ്യത്തെ മോളിക്കുലർ ഹ്യൂമൻ ജനറ്റിക്സ് ലബോറട്ടറി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. സ്കിൻ ബാങ്ക് വരുന്നത്
നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാണ്. ബാങ്കിംഗ് മ്യൂസിയം തിരുവനന്തപുരത്താണ്. RBIയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. നബാർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം കേരളത്തിൽ ആദ്യമേ നടപ്പിലാക്കിയ നഗരം തിരുവനന്തപുരത്താണ് 1938. ആദ്യത്തെ ATM നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് 93 സ്ഥാപിച്ചു. ആദ്യത്തെ സോയിൽ മ്യൂസിയം പാറോട്ടുകോണമാണ്. ലോക കേരള സഭയുടെ ആദ്യത്തെ വേദി തിരുവനന്തപുരമാണ്. ആദ്യത്തെ UAE കോൺസുലേറ്റ്, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ UAE കോൺസുലേറ്റ് നിലവിൽ വരുന്നത് അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിൽ ആദ്യത്തെ വനിതാ ജയിൽ അത് നെയ്യാറ്റിൻകരയിലാണ്. പിന്നീട് അത് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ കേരളത്തിൽ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ അത് പൂജപ്പുരയാണ്. എന്നാൽ കേരളത്തിലകത്ത് തുറന്ന ജയില്, വനിതാ ജയില് പൂജപ്പുര, എന്നാൽ തുറന്ന ജയിൽ എന്ന് പ്ലെയിൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കാട്ടക്കടയിലെ നെട്ടുകാൽ തേരിയാണ്. ജന്മസ്ഥലങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെത് ചെമ്പഴന്തി, ചട്ടമ്പി സ്വാമികളുടേത് കണ്ണൻമൂല, അയ്യങ്കാളിയുടേത് വെങ്ങാനൂര്, കുമാരനാശാന്റേത് കായിക്കര, രാമകൃഷ്ണപിള്ളയുടേത് നെയ്യാറ്റിൻകര, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേത് വക്കമാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെതാണെങ്കിൽ അത് പട്ടത്തും. കൂടാതെ ആലപ്പാല കോഴിക്ക് 57 കണ്ണ്. ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1957 ഇതിൽ ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17 പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1957 ജനുവരി 1 കൂട്ടുകാരെ, ശില്പങ്ങളുടെ നഗരം അത് തിരുവനന്തപുരമാണ്. എന്നാൽ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് അത് തിരുവനന്തപുരമാണ്. എന്നാൽ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഓർക്കുക, മ്യൂറൽ പഗോഡ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇവിടെ മുറജപം അതുപോലെ തന്നെ ഭദ്രദീപം എന്നീ 2 ആചാരങ്ങൾ ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഭദ്രദീപം ഒരു വർഷം 2 തവണ 6 മാസം കൂടുമ്പോൾ നടക്കുന്നു. എന്നാൽ മുറജപം 6 വർഷം കൂടുമ്പോൾ നടക്കുന്നു. ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാചീന താളിയോല ഗ്രന്ഥമാണ് മതിലകം രേഖകൾ. കേരളത്തിലെ തന്നെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഇത് കരമന നദിയുടെ തീരത്താണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഒത്തുവരവിന്റെ ഭാഗമായ ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് റെക്കോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇടം പിടിച്ചിട്ടുണ്ട്. ശിവഗിരി മഠം സ്ഥാപിച്ചത് ശ്രീ നാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം ലോട്ടസ് ടെമ്പിൾ അത് ശാന്തിഗിരിയിലാണ്. ശാന്തിഗിരി ആശ്രമം പോത്തങ്കോട് സ്ഥാപിച്ചത് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ശിവലിംഗം നിർമ്മിക്കപ്പെട്ടത് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലാണ്. 111.2 അടി. നെയ്യാറ്റിൻകരയിലാണത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം, റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ആസ്ഥാനം, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ആസ്ഥാനം ഇതെല്ലാം തിരുവനന്തപുരത്താണ്. കേരള പോലീസ് ട്രെയിനിങ് കോളേജ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, നബാർഡിന്റെ ആസ്ഥാനം, RBIയുടെ ആസ്ഥാനം ഇതെല്ലാം തിരുവനന്തപുരത്താണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റൊരു പേര് നളന്ദ സർവ വിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓർക്കുക, വയലോപ്പള്ളി സംസ്കൃതി ഭവൻ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ദക്ഷിണ വ്യോമ കമാൻഡ് ഇതിന്റെ എല്ലാം ആസ്ഥാനം തിരുവനന്തപുരത്താണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് എല്ലാം ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഇതിൽ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് അതിന്റെ ആസ്ഥാനം കൊച്ചുവേളിയിലും, ന്യൂമിസ്മാറ്റിക് മ്യൂസിയത്തിന്റെ ആസ്ഥാനം നെടുമങ്ങാടും, ലിക്വിഡ് പ്രൊപ്പൽഷൻ സെന്ററിന്റെ ആസ്ഥാനം വല്യമലയിലും, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം തുമ്പയിലുമാണ്. ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടത്ത്, കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ടുകോണം, ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ തിരുവനന്തപുരം. ഓർക്കുക, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, കരകൗശല വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട്, ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരം, ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം കാര്യവട്ടം, സൈനിക് സ്കൂൾ കഴക്കൂട്ടം, കേരഫെഡ് തിരുവനന്തപുരം. കേരള സംസ്ഥാന വനം വകുപ്പ്, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഇത് 2 തിരുവനന്തപുരത്താണ്. വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാടും. ഈ പറഞ്ഞതുപോലെ പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സാമൂഹിക നീതി വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് കാര്യവട്ടം കഴക്കൂട്ടത്തിനടുത്ത് പ്രവർത്തിക്കുന്നു. ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. TB സെന്റർ തിരുവനന്തപുരത്തും, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് തിരുവനന്തപുരത്ത് വികാസ് ഭവനിലുമാണ്. ശ്രദ്ധിക്കുക, തിരുവനന്തപുരത്തെ കുറിച്ചുള്ള അറിവുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.